ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വെച്ചിട്ടുള്ളൊരു കറിയാണ്. ബീഫ് വിന്താലു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയായ ബീഫ് വിന്താലു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം കറുവാപ്പട്ട ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 5-8 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 5-6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചെറിയ ചൂടിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. തീ കൂട്ടിയിട്ട് വറക്കണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് കൂടണ്ട, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട, അല്ലാതെയാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഈ മസാല മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി തണുത്തിട്ട് ഞാനിത് മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം. നമുക്കിനി ബീഫ് വിന്താലു ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ കുക്കറിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലയും കൂടെ വഴറ്റിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ടൊരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കണം. സവോള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കളറൊക്കെ മാറുന്നിടം വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അന്നേരം നമുക്ക് പെട്ടെന്ന് സവോള വഴന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന്റെ ആ പച്ചച്ചോവയൊക്കെ മാറുന്നിടം വരെ നമുക്കൊരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്താൽ മതി. മസാല കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിടേണ്ടത്. ഞാൻ ഇതിൽ ഒരുപാട് വലുതല്ല, എന്നാൽ ഒരുപാട് ചെറുതും അല്ലാത്ത മീഡിയം സൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ മിക്സ് കഴുകിയിട്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 6 വിസിൽ അടിക്കുന്നിടം വരെ ഈ ബീഫ് വേവിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് കുക്കർ അടച്ച് ഈ ബീഫ് വേകാനായിട്ട് വെക്കാം. നമ്മൾ 6 വിസിലടിച്ച് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നിട്ട് ബീഫ് വെന്തോന്ന് നോക്കാം. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റി വരണം. ഒരു 2-3 മിനിറ്റ് കൂടെ ഇതുപോലെ തുറന്നു വെച്ച് നമുക്കിതൊന്ന് ഇളക്കി ഇതിൻ്റെ അകത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും ചാറ് വേണ്ട എങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം. ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതായതുകൊണ്ട് കുറച്ച് ചാറോടുകൂടിയാണ് ഇത് എടുക്കുന്നത്. ഞാനിത് ഇപ്പോൾ തീ ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ടേസ്റ്റിയായ ബീഫ് വിന്താലു റെഡിയായി. അതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്